എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ചിലരുടെ ലൈഫ് നമുക്കറിയാൻ പറ്റും, ചില പേഷ്യൻസിൻ്റെ ലൈഫ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുവാണ് കേട്ടോ. കാരണം അത് ചിലർക്കൊക്കെ നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ചിലരുടെ ലൈഫ് കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പം അതുപോലത്തെ ഒരു ഇതാട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനിപ്പോൾ ഇതിനകത്ത് പേരോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറയുന്നില്ല. അതിനകത്ത് കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പം ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയായിരുന്നു. ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പം അവിടുത്തെ ഒരു ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു VIP വാർഡ് അല്ലെങ്കിൽ VIP റൂം, അങ്ങനെ ഒരു ഡിലക്സ് അങ്ങനെ എങ്ങാണ്ട് അതിന് പറയുന്നതെന്ന് തോന്നുന്നു. ഓരോ ഹോസ്പിറ്റലിൽ ഓരോ രീതിക്കാണ് പറയുന്നത്. അപ്പം ആ ഒരു സ്ഥലത്താണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ ഇങ്ങനെ VIP ഭയങ്കര പൈസയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഭയങ്കര ഒരു റൂം ഒരു വീട് പോലെയൊക്കെയാണ്. അതായത് രണ്ട് റൂമ്, പിന്നെ കിച്ചണ്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ സാധാരണ ഒരു വീട് ആ ഒരു സംഭവം പോലെയാണ് ഒരു റൂമെന്ന് പറയുന്നത് അവിടുത്തെ. അപ്പം അങ്ങനെയുള്ളൊരു റൂമിലാണ്, അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻ്റ് ഒരു 35 വയസ്സുള്ള ഒരാളാണ് കേട്ടോ. ഏകദേശം ആ ഒരു പ്രായം, കറക്റ്റ് പ്രായമൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം ആ ഒരു പ്രായമുള്ള ആളാണ്. അപ്പം പുള്ളിക്ക് എന്ന് പറയുന്നത് ഒരു കൊച്ചുമുണ്ട്, ഭാര്യയും ഒരു കൊച്ചുമാണുള്ളത്. അപ്പോൾ അവർ US-ലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് അവിടെ എന്തൊക്കെയോ ബിസിനസ് അങ്ങനത്തെ സംഭവം, അങ്ങനെയൊക്കെ ഒരു ജോലിയാണ് അവരുടെ. അപ്പം അവർ ഫാമിലി പരമായിട്ട് അവർക്ക് ക്യാൻസർ ഉണ്ട്, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം അവരുടെ ഫാമിലിയിൽ പലരും മരിച്ചേക്കുന്നത് ഇങ്ങനെ ക്യാൻസർ വന്നിട്ടാണ്. അപ്പം ഈ പുള്ളിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ഹിസ്റ്ററി നമ്മുടെ ഫാമിലിയിലുണ്ട് എന്നുള്ള ഇത് അറിവുള്ളത് കൊണ്ട് തന്നെ അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോഡി ചെക്കപ്പ്, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമായിരുന്നു. കാരണം ഇത് ഒരു പരിധിവരെ നമ്മൾ ഈ ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഒരു സിംറ്റംസോ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമായിരുന്നു. അത് റെഗുലറായിട്ട് ഒരു മുടക്കം വരുത്താതെ പുള്ളി ചെയ്യുമായിരുന്നു. കാരണം ഇങ്ങനെയൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം പുള്ളിയുടെ ഫാമിലിയിൽ പേരൻസൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരും തന്നെ ഈ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ എപ്പോഴും പുള്ളി ചെയ്യുമായിരുന്നെങ്കിൽ പോലും എന്താണ് അന്നേരം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഒരു ദിവസം എന്തോ ചെറിയൊരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് പുള്ളിക്ക്. അപ്പോൾ പുള്ളിക്കത് ഭയങ്കര ഒരു ഷോക്കായി. കാരണം ഞാൻ ഇത്രയും ഇത്രയൊക്കെ ഞാൻ ടെസ്റ്റുകളും ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് അത് 4th സ്റ്റേജിലാണ് പുള്ളിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയത്, ക്യാൻസർ ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും എനിക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്, അതെന്താ അങ്ങനെ പറ്റിയത്? കാരണം ഞാൻ എപ്പോഴും ചെക്കപ്പ് ചെയ്യുന്നതാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് അതും 4th സ്റ്റേജിൽ, ഒരു 1st 2nd സ്റ്റേജൊക്കെ ആണെങ്കിൽ പിന്നെയും പോട്ടെ നോക്കാം, ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് പുള്ളിക്ക് ഈ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര ഷോക്കായി. കാരണം അതിന് വേണ്ടിയിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ. ഇത് വരാതിരിക്കാൻ വേണ്ടി അത്രയ്ക്ക് പ്രിക്കോഷൻസ് ഒക്കെ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പുള്ളിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പം പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് മാനസികമായി ഷോക്കായി. പിന്നെ വൈഫുണ്ട്, ചെറിയ 1 വയസ്സോ 1.5 വയസ്സോ കണ്ട് പ്രായമുള്ളൊരു കൊച്ചുണ്ട്. അപ്പം അത് പുള്ളീനെ ഭയങ്കരമായിട്ട് മാനസികമായി ബാധിച്ച്. അപ്പം ഞാനവിടെ പോകുമ്പം, ഞാൻ ഓൾറെഡി അവിടെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ തന്നെ പുള്ളി അവിടെ ഉണ്ട്, നേരത്തെ അവിടെ അഡ്മിറ്റ് ആയതാണ്. അപ്പം ഭയങ്കര വേദനകൾ, പുള്ളി ഭയങ്കര മെൻ്റലി ഡൗൺ ആണ് കേട്ടോ. പിന്നെ വൈഫാണ് കൂടെ നിൽക്കുന്നത്, കൊച്ചില്ല, കൊച്ച് വീട്ടിലാണ്, ആരൊക്കെയാണ് നോക്കുന്നത്. അപ്പം വൈഫിനെന്ന് പറയുന്നത് അവരെന്തോ സ്നേഹിച്ച് കല്യാണം കഴിച്ചതെങ്ങാണ്ടാണ്. അപ്പം ഫാമിലി അധികം സപ്പോർട്ടില്ല, 2 ഫാമിലിയും അധികം സപ്പോർട്ടില്ല. കാരണം എന്തോ
വൈഫ് കുറച്ച് പൈസ കുറഞ്ഞ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് 2 ഫാമിലിക്കും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഫാമിലി ഇല്ല. ആരോ ആണ് കൊച്ചിനെ നോക്കുന്നത്. ആം, അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു വൈഫിൻ്റെ ഫാമിലിയും കണ്ടാണ് അധികം താല്പര്യമില്ലെങ്കിലും പിന്നെ ഈ ഒരു സ്റ്റേജിലെത്തിയപ്പം പിന്നെ അവരാണ് എന്താണ് കൊച്ചിനെയൊക്കെ നോക്കുന്നത്. അപ്പം അങ്ങനെയൊരു ഭയങ്കരമായിട്ട് പുള്ളി ഡൗൺ ആയിപ്പോയി. കാരണം ഭയങ്കര ഞാൻ അവിടെ കയറുന്ന സമയത്ത് പുള്ളി ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ മൊത്തം ഡൗൺ ആയി ഫുൾ പെയിന് അങ്ങനെയൊക്കെയാണ്. പിന്നെ പുള്ളിക്ക് മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയതുകൊണ്ട് തന്നെ പിന്നെ ഫുൾ ഡൗട്ട്സാണ്. ഡോക്ടറിനോട് ഭയങ്കരമായിട്ട് ഡൗട്ട്സ്, നമ്മളോടും ഭയങ്കര ഡൗട്ട്സ്. അപ്പം വൈഫിനറിയാം. എന്നാലും വൈഫ് നമ്മളോടിങ്ങനെ പുള്ളി ഇല്ലാത്തപ്പം പറയും. ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുക, ദേഷ്യപ്പെടുക. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആം, എന്താണ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് വന്നു എന്നുള്ള ആ ഒരു ഇതിലാണ് പുള്ളിയുള്ളത്. പിന്നെ ഭയങ്കരമായിട്ട് വേദന നമ്മളെന്തെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും മരുന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്നാ പറയണ്ടേ ഇങ്ങനെ ഇങ്ങനെ കാട് കയറി നമ്മൾ ചിന്തിക്കൂലേ. നമ്മൾ എന്നാ പറയണ്ടേ അറിവ് കൂടിയാലും പ്രശ്നമാണെന്ന് പറയൂലേ ആ ഒരു സംഭവം. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞാലും പുള്ളിക്ക് എന്ത് ചെയ്താലും പുള്ളി അത് അന്നേരം പോയി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ നമ്മൾ ഗൂഗിളിലൊരു ഡിസീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇതിനെക്കുറിച്ചോ എന്തെങ്കിലും മരുന്നിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുമ്പം എന്തായാലും നമുക്ക് അത്രയ്ക്ക് ഹാപ്പി ആകൂല. കാരണം അതിൻ്റെ അവർ പച്ചയ്ക്ക് അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം ഒന്നും ആയിരിക്കണം എന്നില്ല. എന്നാലും പക്ഷേ ഈ ചേട്ടൻ അതെല്ലാം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കാട് കയറി ചിന്തിച്ച് 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 കൂട്ടി പിന്നെ ഭയങ്കര വഷളാകും. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പുള്ളി. അങ്ങനെ ഭയങ്കരമായിട്ട് പെയിനും ഭയങ്കരം ക്യാൻസറിൻ്റെ പെയിൻ നമ്മളൊക്കെ അനുഭവിച്ച് പറഞ്ഞാലൊരിക്കലും മനസ്സിലാവില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ കണ്ടാൽ പോലും നമുക്ക് പേടിയാകുന്ന തരത്തിലുള്ള വേദനയാണ് ഈ ക്യാൻസറിനെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഈ മരുന്ന് പുള്ളി ഇങ്ങനെ രാത്രി ഇങ്ങനെ കാറുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും തന്നെ എനിക്കൊന്ന് വേദന കുറയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാ അങ്ങനെ ഭയങ്കര എത്ര കൊടുത്താലും പുള്ളിക്കത് വേദന കുറയുന്നില്ല. എന്തൊക്കെ നമുക്ക് മരുന്ന് കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. അപ്പം പുള്ളിക്ക് എത്രയൊക്കെ മരുന്ന് കൊടുത്താലും എന്തെന്നും കാണിച്ചാലും പുള്ളിയുടെ പെയിൻ കുറയുന്നില്ല. അപ്പോൾ പുള്ളി ഭയങ്കര വയലൻ്റായിട്ട് റൂമിൽ കിടന്ന് ഊരുളുക, മറിയുക ഇതൊക്കെ നമ്മൾ കാണുമ്പം അതും ഞാൻ കയറിയ ഒരു സമയം കൂടെയാണ് കേട്ടോ. നമുക്കും ഭയങ്കര വിഷമാകും. കാരണം ഇങ്ങനെയൊന്നും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. ഇത്രയ്ക്കും ഭീകരമാണെന്നുള്ളൊരു സംഭവം നമുക്കും അറിയത്തില്ലല്ലോ. ഈ കേട്ടിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളി ഇങ്ങനെ എന്തെങ്കിലും മെഡിസിൻ കൊടുത്ത് ഉറങ്ങി അങ്ങ് പോകുമ്പം പിന്നെ വൈഫ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും. പുള്ളിക്കാരിൻ്റെയും ഒരവസ്ഥ ആലോചിച്ച് നോക്ക്. വീട്ടുകാരെയും എല്ലാവരെയും വെറുപ്പിച്ചിട്ട് കല്യാണം കഴിച്ചതാണ്. ചെറിയൊരു കൊച്ചുണ്ട്. 1 വയസ്സ് 1.5 വയസ്സായ ഒരു കൊച്ച്. അപ്പം ചെറിയ പ്രായമാണ് 2 പേർക്കും. കൊച്ചിനും ചെറുത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളോട് വന്നിങ്ങനെ സംസാരിക്കും ഇവരുടെ അവസ്ഥേനെക്കുറിച്ച്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം ഈ ഒരു ഇത് എന്താ പറയണ്ടേ ലോകത്തിൽ ആർക്കും വരരുതെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ പുള്ളി അത്രയും അത് കണ്ടുപിടിച്ച് വരാൻ സാധ്യതയുണ്ടെന്ന് പുള്ളിക്ക് ഓൾറെഡി അറിയാം. എന്നാലും അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം പ്രിക്കോഷൻസ് എടുത്തൊരാൾക്ക് വന്നു. അത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ അറിയാം. അങ്ങനെ പുള്ളിക്കാരി നമ്മളോട് എപ്പോഴും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം നമ്മളോടൊക്കെ സംസാരിക്കുന്നതായിരുന്നു പുള്ളിക്കാരിക്ക് ഒരു ആശ്വാസം. പിന്നെ ഇങ്ങനെ ചേട്ടൻ ഭയങ്കര ദേഷ്യപ്പെടുമ്പോഴൊക്കെ പുള്ളിക്കാരി നമ്മളോട് വന്നിട്ട് സോറി പറയും. അപ്പം നമ്മൾ പറയും നമ്മളോട് സോറി എന്ന് പറയേണ്ടത് നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ്, അതിനൊന്നും ഒരു കാര്യമില്ല, അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പുള്ളിക്കാരി എപ്പോഴും വന്ന് നമ്മളോട് സോറിയൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമുക്ക് അറിയാം പുള്ളി എന്തായാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. കാരണം ലാസ്റ്റ് സ്റ്റേജായി. അതുപോലെ ഒരു അവസ്ഥയിലായി പുള്ളി. അപ്പം അങ്ങനെ ഒരു ദിവസം എനിക്ക് ഓഫ് വന്നു. എന്താണ് ലീവ്. എനിക്കൊരു ദിവസം ഓഫ് കിട്ടി. അപ്പോൾ ഓഫ് കിട്ടിയിട്ട് പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പം ഇവരെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചപ്പം തന്നെ പറഞ്ഞു പുള്ളിക്കാരൻ മരിച്ചുപോയി കഴിഞ്ഞ ദിവസം. എനിക്ക് ആ ഓഫായിരുന്ന ദിവസം പുള്ളിക്കാരൻ മരിച്ചുപോയി. എന്താണ് പുള്ളി ആ വൈഫ് ഭയങ്കരമായിട്ട് കരയുക അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമായി.
കാരണം അത് അവരെന്ന് പറയുന്ന ഒരു കുറച്ച് നാളൊന്നുമല്ല, കുറച്ചധികം മാ 1 മാസം, 1 1/2 മാസം എങ്ങാണ്ട് ഹോസ്പിറ്റലിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും നാൾ നമ്മൾ അവരെ ഡെയിലി അത്രയും സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന നമ്മളാണ്. അപ്പോൾ അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവരുടെ ജീവിതം ഒക്കെ നമുക്കറിയാവുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു വീട്ടിലെ ആളെപ്പോലെ തോന്നും. അപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ടും വിഷമാവും. പിന്നെ അത് നമ്മളുടെ നം എന്നാ പറയണ്ടേ, ചില പേഷ്യൻസിൻ്റെ ഒക്കെ അവസ്ഥ നമ്മളുടെ ലൈഫ് ലോങ് നമ്മളിങ്ങനെ ഓർത്തിരിക്കും. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ആയിരുന്നു കേട്ടോ ഇതും. അപ്പം എല്ലാവർക്കും ഭയങ്കര വിഷമായി. കാരണം നമ്മളും ചിന്തിച്ചു എന്തായിരിക്കും പുള്ളി ഇത്രയൊക്കെ എന്നാ പറയണ്ടേ, ചെയ്തിട്ടും ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്തിട്ടും എന്തായിരിക്കും പുള്ളീനക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സംഭവങ്ങളൊക്കെ ഉള്ളപ്പം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതും പുള്ളി യുഎസിലായിരുന്നു. അത്രയ്ക്കും ഭയങ്കര സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ്. എന്നിട്ട് അവിടുന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പം എന്താ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ചെറിയ കൊച്ചുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ ഭയങ്കര ഒരു വിഷമമായിട്ട് എല്ലാവർക്കും തോന്നി. ഇപ്പം എന്നാ പറയണ്ടേ, അതൊക്കെ ഇപ്പോഴും ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്കൊന്നും. അപ്പം നമ്മുടെ ഒരു അവസ്ഥ അതാണ്. നമ്മൾ ഈ അഹങ്കാരം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒറ്റ ഒരു സെക്കൻഡും കൊണ്ട് തീരാവുന്ന സംഭവങ്ങളേ എല്ലാം ഉള്ളൂ. നമുക്ക് ഒരു ഉറപ്പുമില്ല അടുത്ത സെക്കൻഡിൽ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളതല്ലേ. അപ്പോൾ ആണെങ്കിൽ എന്നാ പറയണ്ടേ, ചിലർക്കൊക്കെ അഹങ്കാരമാണ്. എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് ആരും വേണ്ട, എനിക്ക് ആരുടെ ഒരു ഹെൽപ്പ് വേണ്ട, എൻ്റെ ഈ പൈസയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുത്തൻ്റെയും സഹായം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർക്ക് ഭയങ്കര അഹങ്കാരമാണ്. അങ്ങനെ അഹങ്കാരമുള്ളവരൊക്കെ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിന്ന് നോക്കിയാൽ എല്ലാ അഹങ്കാരം കുറയും. കാരണം നമുക്ക് ചില സമയത്ത് ഒരു പരിധി വരെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ വരാതിരിക്കാനൊക്കെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയും. പക്ഷെ ചില സമയത്ത് നമുക്ക് ഈ പൈസയും കൊണ്ടൊന്നും ഒരു പൈസയ്ക്ക് ഒരു വിലയില്ലാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. എന്നാ പറയണ്ടേ, എത്ര പൈസ ഉണ്ടായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ ആണെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെയും എന്നാ പറയണ്ടേ, അഹങ്കാരമൊക്കെ കുറയ്ക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. കാരണം എല്ലാവരുടെയും കാര്യം, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. എന്നാ പറയണ്ടേ, അടുത്തൊരു മിനിറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡിൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത മാസം എനിക്ക് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അത് ചെയ്യും, അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെ ആയിരിക്കണം എൻ്റെ ലൈഫ് പോകേണ്ടത്, ഇങ്ങനെ ആയിരിക്കും. ഈ ബൈബിളിൽ പറയുന്ന പോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതത്രേ. അങ്ങനെ പറയുന്ന പോലെ അത് കറക്റ്റാണ്. എന്താ നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്താലും അതനുസരിച്ചൊന്നല്ല നമ്മുടെ ലൈഫിൽ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം വരും. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അങ്ങനെ അല്ലാത്തപ്പം നമ്മൾ പ്ലാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. നമ്മുടെ എന്നാ പറയണ്ടേ, ലൈഫ് അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, അങ്ങനെ ആയിരിക്കണം എന്ന് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പം ചിലപ്പോൾ അങ്ങനെ നടന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഷോക്കായി പോകും. ഈ ഒരു ചേട്ടനും എന്നാ പറയണ്ടേ, എന്താ വേണ്ടേ, അങ്ങനെയല്ല, പുള്ളി ഭയങ്കരമായിട്ട് ഇത് വരരുതെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്തെങ്കിലും എല്ലാ പ്രിക്കോഷൻസും എടുത്തെങ്കിലും പക്ഷെ എന്താണ് പുള്ളിക്ക് വന്നു. അപ്പം നമ്മൾ പറയും, നമുക്ക് ചില സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്താലും വരാനുള്ളത് വഴി തങ്ങിയാലെന്ന് പറയത്തില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ, അവർക്കൊക്കെ നല്ലതാണല്ലോ, നല്ല ലൈഫാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ എന്താ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവർ സന്തോഷമാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നത് എന്നൊന്നും വിചാരിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. കാരണം അടുത്ത മിനിറ്റിൽ ആർക്കാ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ ആശ്വസിക്കുക, ഇത്രയെങ്കിലും എനിക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഉണ്ടല്ലോ എനിക്ക്, അതുപോലും ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാം.
ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പൈസ കുറച്ച് കുറവാണെങ്കിൽ ചിലർക്ക് കുറേ പൈസയുണ്ട്. അപ്പോൾ അവരവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ആം, അങ്ങനെ ഓരോരോ ഫോട്ടോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഓ ദൈവമേ എനിക്ക് പൈസ ഇല്ലല്ലോ, കുറച്ച് പൈസ ഉണ്ടായിരുന്നു അവരെ പോലെ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, അവരുടെ ലൈഫൊക്കെ എന്ത് രസമാണെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. ഞാനും ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പം എന്നാ ഓ അവർക്ക് നല്ല രസമാണല്ലോ, അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, അല്ലെങ്കിൽ അവരുടെ ജോലി അടിപൊളിയാണല്ലോ, എനിക്ക് എപ്പോഴും കഷ്ടപ്പാടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, ഓരോരുത്തരുടെ ലൈഫിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഭയങ്കര നമ്മുടെ ലൈഫിനെ ഭയങ്കര പ്ലാൻ ചെയ്ത് അതുപോലെ നടക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ചില സമയത്ത് നമ്മളുടെ ജന്മത്തിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചിലർക്ക് ഭയങ്കര ഷോക്കായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും അല്ലേ. അപ്പം ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഷെയർ ചെയ്തത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ഇതുപോലത്തെ കുറേ എന്താ പറയണ്ടേ അനുഭവങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു, ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.